Hi all, ഇന്നത്തെ സെഷനിൽ we will learn some aspects on active sun or sun and its activities. നമ്മൾ കാണുന്ന സൂര്യൻ, നമ്മുടെ കാഴ്ചയിലുള്ള സൂര്യൻ ഇങ്ങനെ തന്നെയാണ്. അതിന് വേറൊരു രൂപമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യം എന്താണ്? അതിലെ സയൻസ് എന്താണ്? അതെന്ത് ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സണ്ണിൻ്റെ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സണ്ണിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷൻ തന്നെയാണ്. നോർമൽ സൺ എന്താണ്? അതിനുശേഷം നമുക്ക് ആക്റ്റീവ് സണ്ണിലേക്ക് പോകാം. സോ ദീസ് ആർ സം ബേസിക് ഇൻഫർമേഷൻ റിഗാർഡിങ് അവർ സൺ. ദ മീൻ ഡിസ്റ്റൻസ് which is called 1 astronomical unit, 1.5 into 10 raised to 8 kilometer. എർത്തും സൂര്യനും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണിത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ആങ്സ്ട്രോൺ. 10 raised to -10 ആണ് ആങ്സ്ട്രോൺ. ഇതിനെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് തെറ്റിക്കരുത്. മാസ് കൊടുത്തിട്ടുണ്ട്. സി ഹ്യൂജ്. ഡയമീറ്റർ, period of rotation, surface temperature. It is a surface temperature. Temperature of corona, it is huge, 8 into 10 raised to 5 Kelvin. Magnetic field strength. തൊട്ട് താഴെ ഇവിടെയായിട്ട് നമ്മൾ സണ്ണിൻ്റെ ഒരു കമ്പാരിസൺ പിക്ചർ വിത്ത് അവർ എർത്ത്. അതിൻ്റെ ഡയമീറ്ററിൽ വി ക്യാൻ ഫിക്സ് നിയർലി 109 എർത്ത്. ഇത്രയുമാണ് ഒരു ജനറൽ ഇൻഫർമേഷൻ. എന്തുമാത്രം ഭീമാകാരനാണ് സൂര്യൻ എന്നുള്ളത് ഈ ഡേറ്റയിൽ നിന്നും വ്യക്തമാണ്. നമ്മൾ സൂര്യനെ കാണുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദി വിസിബിൾ ലൈറ്റ് റീജിയൻ. ഒരുപാട് വെട്ടം, ഒരു വെളുത്ത ഗോളം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒരു റെഡിഷ് ഗോളമായിട്ട് നമുക്ക് കാണപ്പെടുന്നത് നമ്മൾ വിസിബിൾ ലൈറ്റ് റീജിയനിൽ സൂര്യനെ നോക്കുമ്പോഴാണ്. പക്ഷേ ശാസ്ത്രജ്ഞർ വേരിയസ് റിസർച്ച് പർപ്പസിന് ഒരുപാട് റിസർച്ച് നടത്തുവാൻ വേണ്ടി സണ്ണിനെ മറ്റ് വേവ് ലെന്തുകളിലും കാണുന്നുണ്ട്. സോ വി ഹാവ് ഡിഫറെൻറ്റ് ടെലസ്കോപ്പ് ഫോർ ദിസ് പർപ്പസ്. അതുപയോഗിച്ച് നമുക്ക് ഒന്നിലധികം വേവ് ലെന്തിൽ സൂര്യനെ കാണാൻ സാധിക്കും. എന്താണ് ഇതിലെ പ്രയോജനം? വി വിൽ ഗെറ്റ് ഇനഫ് ഇൻഫർമേഷൻ. നമ്മൾ നേരെ കാണുന്നതിനുപരി ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഒന്നിലധികം വേവ് ലെന്തിൽ കൂടി സൂര്യനെ നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഡിഫറെൻറ്റ് വേവ് ലെന്ത് ഉള്ള ഫോട്ടോഗ്രാഫ് നാസയുടെ സൈറ്റിലൊക്കെ ഉണ്ട്. ആ ഒരു ഫോട്ടോഗ്രാഫാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് 4500 ആങ്സ്ട്രോങ്, 094 ആങ്സ്ട്രോങ്. ഇതൊരു 4500 ആങ്സ്ട്രോങ്ങിലുള്ള ഒരു പിക്ചറാണ്. ഒരു യെല്ലോ ഇതുണ്ട്. ഈ ഓരോ വേവ് ലെന്തിലും നമ്മൾ സണ്ണിനെ വ്യൂ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഓരോ വേവ് ലെന്തിലും വരുന്നത് ഇഫ് ഇറ്റ് ഈസ് അൾട്രാ വയലറ്റ് ഓർ ഇഫ് ഇറ്റ് ഈസ് റെഡിഷ് യെല്ലോ റീജിയൻ, അത് തരുന്നത് ആ സമയത്തെ ടെമ്പറേച്ചറാണ്, ആ സർഫസിലെ ടെമ്പറേച്ചറാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദ പിക്ചർ ഈസ് ടേക്കൺ യൂസിങ് 94 ആങ്സ്ട്രോൺ വിച്ച് ഈസ് ദി വേവ് ലെന്ത് ഓഫ് അൾട്രാ വയലറ്റ് റീജിയൻ. അൾട്രാ വയലറ്റ് റീജിയനിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ് തരുന്ന ഇൻഫർമേഷൻ ആ സമയത്ത് അവിടെ ഏകദേശം 6 മില്യൺ കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറെൻറ്റ് വേവ് ലെന്ത് ഫോട്ടോഗ്രാഫി സണ്ണിൻ്റെ ആക്ടിവിറ്റി സ്റ്റഡി ചെയ്യാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. സണ്ണിൻ്റെ ആക്ടിവിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ആദ്യമായി പഠിക്കേണ്ടത് സൺസ്പോട്ടുകളെ കുറിച്ചാണ്. ദെൻ കംസ് സോളാർ സ്റ്റോംസ്. ആദ്യം നമുക്ക് സൺസ്പോട്ടിലേക്ക് വരാം. എന്താണ് സൺസ്പോട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിൽ ഇതൊരു വിസിബിൾ റീജിയനിലുള്ള ഒരു പിക്ചറാണ്. അതിൽ ആ ചുവന്ന ഗോളത്തിന് മുകളിലായി യു ക്യാൻ സീ സം ഡാർക്ക് സ്പോട്ട്സ്. ഈ ഡാർക്ക് സ്പോട്ടുകളെയാണ് നമ്മൾ സൺസ്പോട്ടുകൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ ഡാർക്ക് സ്പോട്ടിനെ എൻലാർജ് ചെയ്ത ഒരു പിക്ചർ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സർഫസ് അതിലെടുത്ത ഒറിജിനൽ ഇമേജ് നമ്മുടെ വിസിബിൾ ലൈറ്റിലേക്ക് വന്നപ്പോൾ ഈ രൂപത്തിലായി എന്ന് മാത്രം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ വേവ് ലെങ്തിലും സൂര്യനെ സ്റ്റഡി ചെയ്യുന്നത് നമുക്ക് പ്രത്യേകതകളുള്ളതാണ്. So these sunspots are nothing but some dark spots or irregularities on the surface of the sun. നമുക്ക് ഗ്രൗണ്ട് ബേസ്ഡിലോ അല്ലെങ്കിൽ സ്പേസ് ബേസ്ഡ് ടെലസ്കോപ്പോ ഉപയോഗിച്ച് നമുക്ക് സൺസ്പോട്ടുകളെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഇറ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഗലീലിയോ ഇൻ 1610. പക്ഷെ അന്ന് അത് ആരും വിശ്വസിച്ചില്ല. അതിനുശേഷം ഹെൻറിച്ച് ഷ്വാബെ ഇൻ 1826 he confirmed the existence of sunspots. അത് മാത്രമല്ല, ഈ സൺസ്പോട്ട് നമ്പേഴ്സിന് ഒരു സൈക്ലിക് വേരിയേഷനും ഉണ്ട് എന്നുള്ളത് ഹെൻറിച്ച് ഷ്വാബെ 1826 കണ്ടെത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഈ സൺസ്പോട്ട്സ് ആർ ഡാർക്ക് റീജിയൻ. വൈ ദേ ആർ ഡാർക്ക്? ബിക്കോസ് ദേ ആർ ദ റീജിയൻസ് ഓഫ് കൂളർ ഗ്യാസസ് ഓൺ ദ സോളാർ സർഫസ്. സൺസ്പോട്ടുകളുള്ള റീജിയനിൽ ഉള്ള ഗ്യാസ് സറൗണ്ടിങ്സിലുള്ള ഗ്യാസിനെക്കാട്ടിലും തണുത്തായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റീജിയൻ ഡാർക്കായിട്ട് കാണുന്നു. നമ്മൾ കൂടുതൽ ഒന്ന് വ്യക്തമായിട്ട് നോക്കിയാൽ ഇറ്റ് ഹാസ് ടു സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് കോൾഡ് അംബ്ര ആൻഡ് പെനുംബ്ര. അംബ്രയും പെനുംബ്രയും ആയിട്ട് രണ്ട് സ്ട്രക്ചറാണ് സൺസ്പോട്ടിനുള്ളത്. അംബ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇറഗുലർ ഷേപ്ഡ് സെൻറ്റർ. ആ സൺസ്പോട്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൺസ്പോട്ടിനകത്ത് ഇറഗുലർ ഷേപ്പായിട്ട് കാണുന്ന ഈ ഒരു പോർഷനാണ് അംബ്ര എന്ന് പറയുന്നത്. അതിന് വെളിയിൽ യു ക്യാൻ സീ സം ഡാർക്ക് റീജിയൻസ് വിച്ച് ആർ കോൾഡ് ഓർ ഗ്രേ റീജിയൻ വിച്ച് ആർ കോൾഡ് പെനുംബ്ര. അപ്പോൾ സൺസ്പോട്ടിന് രണ്ട് സ്ട്രക്ചർ ഉണ്ട്, അംബ്ര റീജിയനും പെനുംബ്ര റീജിയനും. അംബ്ര റീജിയൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഇറഗുലർ ഷേപ്ഡ് സെൻറ്റർ ആണ്. പെനുംബ്ര എന്ന് പറഞ്ഞാൽ ഗ്രേ റീജിയൻ വിച്ച് ഔട്ട്ലൈൻസ് ദി പെനുംബ്ര. And these sunspots are very strong regions of magnetic fields of several thousands of gauss. അതുപോലെ തന്നെ ഈ സൺസ്പോട്ടുകൾ ഉണ്ടാകുന്നത് സിംഗിൾ ആയിട്ടല്ല. ഇറ്റ് ആൾവേസ് ഒക്കർ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2 or several. രണ്ടോ അതിലധികമോ ഉള്ള ഗ്രൂപ്പുകളായിട്ടാണ് സൺസ്പോട്ട് ഉണ്ടാകുന്നത്. which means it has some opposite magnetic polarities which act from one spot to another. ഒരു സ്പോട്ടിൽ നിന്നും മറ്റൊരു സ്പോട്ടിലേക്ക് മാഗ്നറ്റിക് പൊളാരിറ്റീസ് ആർക്കായിട്ട് വരുന്ന രീതിയിലായിരിക്കും സൺസ്പോട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സൺസ്പോട്ടുകൾ ഗ്രൂപ്പുകളായിട്ടായിരിക്കും വരുന്നത്. ഒന്നിൻ്റെ പൊളാരിറ്റി ആയിരിക്കത്തില്ല അടുത്ത സ്പോട്ടിൻ്റെ പൊളാരിറ്റി. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സൺസ്പോട്ടുകളായിരിക്കും സാധാരണ നോർമലായിട്ട് സൂര്യന് മുകളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇതിനൊരു സൈക്കിൾ ഉണ്ട് വിച്ച് ഈസ് കോൾഡ് സൺസ്പോട്ട് സൈക്കിൾ. സൂര്യനിലുള്ള സൺസ്പോട്ടുകളുടെ നമ്പർ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ് ഓൾവേസ് വേരി. എങ്ങനെ വേരി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു സൈക്കിളാണ് ഞാൻ വെച്ചിരിക്കാൻ നോക്കുക. വർഷം കഴിയുന്തോറും വാട്ട് യു ആർ സീയിങ് ഇസ് ദാറ്റ് സൺസ്പോട്ട് നമ്പേഴ്സ് ആർ സോ ലെഫ്റ്റ് സൈഡ് വി ആർ ടേക്കിംഗ് സൺസ്പോട്ട് നമ്പർ. സോ ഇയർ കൂടുന്തോറും സൺസ്പോട്ടുകളുടെ നമ്പർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആൻഡ് ഇറ്റ് റീച്ചസ് മാക്സിമം. ഹിയർ ഇറ്റ് ഈസ് 18. സൺസ്പോട്ട് നമ്പർ കൂടി 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 ഏറ്റവും മാക്സിമത്തിലെത്തുന്നു. 18th സൺസ്പോട്ട് സൈക്കിളാണിത്. സോ സൺസ്പോട്ട് നമ്പർ ഇസ് അറൌണ്ട് 200. അതിനുശേഷം സൺസ്പോട്ട് നമ്പർ കുറയുന്നു, കുറഞ്ഞ് അവസാനം അത് മിനിമത്തിലേക്ക് പോകുന്നു. 11 വർഷമാണ് ഇതിനെടുക്കുന്ന സൈക്കിൾ. ഇത് ഒരുപാട് വർഷങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്താണ് ഈ 11 ഇയർ സൈക്കിൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ 11 വർഷം കൊണ്ട് സൺസ്പോട്ട് തിരിച്ച് പഴയ നമ്പറിലേക്ക് എത്തുന്നു. അപ്പോൾ വർഷം കഴിയുന്തോറും സൺസ്പോട്ടുകളുടെ എണ്ണം കൂടുന്നു. and the number of sunspots varies in a periodic manner which is usually described as 11-year cycle. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ നിൽക്കുന്നത് 25th സൺ സൈക്കിളിലാണ്. സോ ഇപ്പോൾ നമുക്കൊരു മിനിമം എന്ന് പറയുന്ന ഇതിൽ നിൽക്കുകയാണ്. സോ വർഷം കഴിയുന്തോറും സൺസ്പോട്ടുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഇത് സൂര്യനിലെ പൊസിഷൻ വേരി ചെയ്യുന്നതിലും ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. At the beginning of the cycle, the sunspot appears at latitudes of about 30 degrees on both sides of the equator. ഇത് സൂര്യനിലെ ഒരു ഇക്വേറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കിയാൽ, ഇതിനെ നമ്മൾ കണക്കാക്കിയാൽ ഇതിനെ ഒരു 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തിലും ആദ്യമായിട്ട് സൺസ്പോട്ടുകൾ തെളിയും. സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് സ്പോട്സ് ഇൻക്രീസ് ചെയ്യും.
ആൻഡ് ദീസ് സ്പോട്സ് മൈഗ്രേറ്റ് ടുവേഴ്സ് ദ ഇക്വേറ്റർ ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയർ. 30 ലാറ്റിറ്റ്യൂഡ് നോർത്തിലും സൗത്തിലും കണ്ടെത്തിയ സൺസ്പോട്ടുകൾ പതുക്കെ പതുക്കെ ഇക്വേറ്റർ റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അറ്റ് ദ എൻഡ് ദ സ്പോട്ട് ഡിസപ്പിയേഴ്സ് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ ഭാഗത്ത് നിന്നും സ്പോട്ടുകൾ ഡിസപ്പിയർ ചെയ്യും. അതായത് 11 വർഷം കഴിയുമ്പോൾ 30 ലാറ്റിറ്റ്യൂഡിൽ കണ്ടെത്തിയ സൺസ്പോട്ടുകൾ ഇക്വേറ്ററിന്റെ അടുത്തേക്ക് പോവുകയും ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. ഡിസപ്പിയർ ആയാൽ ഉടൻ തന്നെ അഗൈൻ ഇറ്റ് ബിഗിൻസ് ടു അപ്പിയർ അറ്റ് 30 ലാറ്റിറ്റ്യൂഡ്. ഉടൻ തന്നെ അത് 30 ലാറ്റിറ്റ്യൂഡിൽ പിന്നെയും കാണാൻ പറ്റും. ആൻഡ് സംടൈംസ് ഇഫ് യു draw a graph connecting this latitude, longitude and versus year, it has the shape of a butterfly. അതായത് 30 ലാറ്റിറ്റ്യൂഡിൽ കാണുന്നു, വർഷം കഴിയുന്തോറും ഇത് കൂടുന്നു, കൂടി 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 ഇക്വേറ്ററിലേക്ക് എത്തുന്നു, പിന്നെയും ഡിസപ്പിയർ ചെയ്ത് താഴേക്ക് വരുന്നു. ഇത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ പലപ്പോഴും ബട്ടർഫ്ലൈ ഡയഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ദി സൺസ്പോട്ട് ആണ്. 30 ലാറ്റിറ്റ്യൂഡിൽ അത് ഉണ്ടാകുന്നു. 11 വർഷം എന്ന് പറയുന്ന കാലയളവിൽ അത് കൂടി കൂടി ഇക്വേറ്ററിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ അത് തിരിച്ച് പിന്നെയും ഡിസപ്പിയർ ചെയ്ത് 30 വീണ്ടും റീഅപ്പിയർ ചെയ്യുന്നു. പക്ഷേ ഈ മാഗ്നറ്റിക് പൊളാരിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇസ് എ ഗ്രൂപ്പ്, ഒരു 2 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ട് നോർത്ത് ആണെങ്കിൽ അടുത്ത സ്പോട്ട് സൗത്ത് ആയിരിക്കും. ആ മാഗ്നറ്റിക് പൊളാരിറ്റീസ് അടുത്ത 11 ഇയർ കഴിയുമ്പോഴത്തേക്ക് ആ പൊളാരിറ്റീസ് റിവേഴ്സ് ചെയ്യും. ഇവിടെ നേരത്തെ നോർത്ത് ആയിരുന്നുവെങ്കിൽ ഇതിപ്പോൾ സൗത്ത് പൊളാരിറ്റിയിലേക്ക് മാറും. അപ്പോൾ മാഗ്നറ്റിക് സൈക്കിൾ എത്രയും ചോദിച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് 22 ഇയേഴ്സ് ആണ് മാഗ്നറ്റിക് പൊളാരിറ്റീസിന്റെ സൈക്കിൾ. സോ നെക്സ്റ്റ് കം സൺസ്പോട്സ് ആൻഡ് സോളാർ ആക്ടിവിറ്റി. ഈ സോളാർ ആക്ടിവിറ്റിക്ക് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സൺസ്പോട്ട്. സോ ദേ ആർ വെരി ആക്റ്റീവ് റീജിയൻസ് ഓഫ് ദ സൺ. സൺസ്പോട്ടിനെ നമുക്ക് എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആ റീജിയനുകൾ വളരെ ആക്റ്റീവ് റീജിയൻ ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ റീജിയനിൽ സോളാർ ആക്ടിവിറ്റി അറ്റ് ഇറ്റ്സ് മാക്സിമം എന്ന് നമുക്ക് പറയാം. സൺസ്പോട്ടിന്റെ കൗണ്ട് പീക്ക് ആവുന്ന അവസ്ഥയിൽ ഇവിടെ നമുക്കറിയാം സൺസ്പോട്ടിന്റെ കൗണ്ട് ഇവിടെ നോക്കിയാൽ പീക്കാണ്. ആ പീക്ക് ആവുന്ന അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് സോളാർ മാക്സിമം. സോ സൺസ്പോട്ടുകളുടെ എണ്ണം മിനിമത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ പറയുന്നത് അത് സോളാർ മിനിമം എന്താണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സോളാർ മാക്സിമം പറയാം. അതുപോലെ തന്നെ അതായത് ഈ ഒരു പോർഷനിൽ സോളാർ മാക്സിമം എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ സൺസ്പോട്ടുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് സോളാർ മിനിമം എന്നും പറയാം. അപ്പോൾ ദീസ് ആർ അബൌട്ട് സോളാർ മാക്സിമം ആൻഡ് മിനിമം. നമുക്ക് ഈ 2 ഫിഗറിനെ കമ്പയർ ചെയ്താൽ നമുക്ക് ഇത് ഒരു നിയർ സോളാർ മാക്സിമം ആണ്. This happened in March 2001. You can see a large number of sunspots there, and this is called solar minimum. ജനുവരി 2005 എടുത്തതാണ്. അവിടെ നമുക്ക് സൺസ്പോട്ടുകളുടെ എണ്ണം കുറവായിട്ടും കാണുന്നു. ഇതേ ഫോട്ടോഗ്രാഫി നമ്മൾ വേറൊരു വേവ് ലെങ്തിൽ എടുത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ നോക്കേ, ഇത് നമുക്ക് എടുത്തതിൽ നിന്നും എന്ത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ദ ആക്ടിവിറ്റി ഓഫ് സൺ ഈസ് മോർ ഹിയർ ബിക്കോസ് സോളാർ മാക്സിമം സമയത്ത് സൂര്യൻ തിളച്ചും മറിഞ്ഞ് കിടക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ റീജിയൻസ് ഒക്കെ സൺസ്പോട്ട് റീജിയൻസ് ആണെന്നാണ് അർത്ഥം. അതായത് ആ ഒരു ഗ്ലോ കിടക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ യു ക്യാൻ സീ സം സൺസ്പോട്ട്സ്. ആ സമയത്ത് ഇവിടെ ഗ്ലോ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തിളച്ച് കിടക്കുന്ന അവസ്ഥയിലെല്ലാം ആ സ്പോട്ടുകളെ നമുക്ക് എന്തായിട്ട് പറയാം, സൺസ്പോട്ട്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ സോളാർ മിനിമത്തിൽ യു ക്യാൻ സീ എ കാം ആൻഡ് ക്വയറ്റ് സൺ. വളരെ ഇതൊന്നുമില്ലാതെ വളരെ ശാന്തനായി നിൽക്കുന്ന ഒരു സൂര്യനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സോളാർ ആക്ടിവിറ്റിയിൽ വി ഹാവ് ടു ലേൺ സം ടേംസ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സോളാർ സ്റ്റോം. എന്താണ് സോളാർ സ്റ്റോം എന്ന് പറഞ്ഞാൽ? സോളാർ മാക്സിമം ടൈമിൽ ഉണ്ടാവുന്ന ദ മോസ്റ്റ് വയലന്റ് ഫിനോമിനൻ ഈസ് കോൾഡ് സോളാർ സ്റ്റോം. ഇറ്റ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ പറഞ്ഞു സൂര്യനിൽ നല്ല രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൽ എനർജി സ്റ്റോർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ആ സൺസ്പോട്ടുകളിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് 10⁻³ എർത്ത് ഓഫ് എനർജി 3000 സെക്കൻഡ് കൊണ്ട് ഇജക്റ്റ് ചെയ്യുന്ന പ്രതിഭാസമാണ് സോളാർ സ്റ്റോം എന്ന് പറയുന്നത്. സൺസ്പോട്ടിലെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ റിലീസ് ചെയ്യുന്ന എഫക്റ്റ് ആണ് സോളാർ സ്റ്റോം എന്ന് പറയുന്നത്.
Many processes are associated with this solar storm. First one is called solar flare, CME, coronal mass ejection, magnetic storm, which is associated with the interaction with our magnetic field of the earth, flare surges, flare puffs, prominences. ഇതെല്ലാം സോളാർ സ്റ്റോമിൻ്റെ വകഭേദങ്ങളാണ്. ഫസ്റ്റ് വൺ, സോളാർ ഫ്ലെയർ. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഔട്ട്ബേസ്റ്റ് ഓഫ് ഫ്ലെയിംസ്. ആൻഡ് ബിക്കോസ് ഓഫ് ദ സോളാർ സ്റ്റോം ഉണ്ടായതിൻ്റെ ഫലമായി സോളാർ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റോമിക് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സഡൻലി എനർജൈസ്ഡ്. അവ പെട്ടെന്ന് എനർജറ്റിക് ആകുന്നു. ആൻഡ് ദീസ് എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് മേ ഇമ്പാക്ട് അഗൈൻസ്റ്റ് സോളാർ അറ്റ്മോസ്ഫിയർ. സോളാർ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസുമായിട്ട് ഈ എനർജൈസ്ഡ് പാർട്ടിക്കിൾ ഇമ്പാക്ട് ചെയ്തതിൻ്റെ ഫലമായി ഓപ്റ്റിക്കൽ, അൾട്രാവയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമ റേസ് ആർ പ്രൊഡ്യൂസ്ഡ്. വിസിബിൾ റീജിയനിലുള്ളതോ അൾട്രാവയലറ്റോ എക്സ്റേസോ ഗാമ റേസോ ഉണ്ടാകുന്നു. And this causes the immense brightening of the solar surfaces that contain the sunspots. അതുകൊണ്ടാണ് സൺസ്പോട്ട് ഉള്ള സ്ഥലങ്ങൾ വളരെ ഗ്ലോ ആയിട്ട് കാണുന്നത്. സോളാർ ഫ്ലെയർ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഗ്ലോ ആയി കാണുന്നത്. ആൻഡ് ദ റെസ്റ്റ് ആർ റാപ്പിഡ്ലി എമിറ്റഡ് ഇൻ ടു ദ ഇന്റർപ്ലാനറ്ററി സ്പേസ്. ഇന്റർപ്ലാനറ്ററി സ്പേസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ കഴിഞ്ഞ് നമ്മുടെ ഭൂമി എല്ലാം നിൽക്കുന്ന സ്പേസ് ആണ് ഇന്റർപ്ലാനറ്ററി സ്പേസ്. ആൻഡ് പ്രൊപ്പഗേറ്റ് ടു ദ ഓർബിറ്റ് ഓഫ് ദ എർത്ത്. അത് നമ്മുടെ എർത്തിൻ്റെ ഓർബിറ്റോളം വരെ ഈ സോളാർ ഫ്ലെയർ എത്തുന്നു. അപ്പം എന്തുകൊണ്ടുണ്ടാകുന്നു? എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയർ ഇമ്പാക്ട് ചെയ്യുന്ന ഫലമായി ഉണ്ടാകുന്ന റേസ് ആണ് സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് കൊറോണൽ മാസ് ഇജക്ഷൻ. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. ഇറ്റ് ഈസ് സംടൈംസ് കൊറോണ എന്ന് പറയുന്ന ഔട്ടർ ലെയറിൻ്റെ ഒക്കേഷണൽ ബ്ലാസ്റ്റിനെയാണ് നമ്മൾ കൊറോണൽ മാസ് ഇജക്ഷൻ, CME എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എപ്പോഴും കൊറോണയെ നമുക്ക് കാണാൻ ഇത് സൂര്യനായിരിക്കും. സൂര്യനെ ഒരു ഡിസ്ക് കൊണ്ട് ഹൈഡ് ചെയ്തായിരിക്കും ആ ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കുന്നത്. സോ ആ ഒരു ഡിസ്കിനെ നമ്മൾ ഹൈഡ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ സോളാർ കൊറോണ ദെയർ. ഈ ഒരു പാർട്ട് എല്ലാം സോളാർ കൊറോണയാണ്. അവിടെ ഈ ഒരു സ്ഥലത്ത് യു ക്യാൻ സീ ദ പ്ലാസ്മ ക്ലൗഡ്സ് ഓഫ് സോളാർ കൊറോണ ആർ ഇജക്റ്റഡ് ഔട്ട്. ഇതൊരു CMEയുടെ ഫോട്ടോഗ്രാഫിയാണ്. റിയൽ കൊറോണൽ മാസ് ഇജക്ഷൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. ഇങ്ങനെ സോളാർ പ്ലാസ്മ ക്ലൗഡ്, അത് കൊറോണ എന്ന് പറയുന്നത് സൂര്യനിലെ ഒരു പ്ലാസ്മ ക്ലൗഡാണ്, എനർജറ്റിക് പ്ലാസ്മ ക്ലൗഡാണ്. അത് ഇറ്റ് മേ ട്രാവൽ ഔട്ട്വേർഡ്സ് ഇൻ ടു ദ സോളാർ സിസ്റ്റം വിത്ത് എ വെലോസിറ്റി ഓഫ് 1000 km/s. Both energized particles and solar plasma clouds can cause intense fluctuations on Earth's magnetic field. ഈ കൊറോണ നമ്മുടെ എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദി സോളാർ കൊറോണ ഓർ കൊറോണ പ്ലാസ്മ ക്ലൗഡ്സ് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി എർത്ത്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ അത് കാണാൻ പറ്റും. ഇത് സൂര്യനാണ്, ഇത് നമ്മുടെ ഒരു കുഞ്ഞ് ഭൂമിയാണ്. ഈ ഇജക്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറാണ് നമ്മൾ വിളിക്കുന്ന മാഗ്നെറ്റോസ്ഫിയർ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് എർത്ത് മാഗ്നെറ്റോസ്ഫിയറിൻ്റെ ഒരു പിക്ചറാണ്. ഇതിലേക്ക് വരാം. ഇത് കാരണം ഈ ഒരു എർത്തിൽ സൂര്യനിൽ നിന്നും വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് എർത്തിൻ്റെ മാഗ്നെറ്റോ ഫീൽഡുമായിട്ട് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആദ്യം ഉണ്ടാക്കുന്നത് ഇസ് എ ബോ ഷോക്ക്. ഒരു പ്രഷർ വേരിയേഷൻ കാരണം ഉണ്ടാക്കുന്ന ഒരു ബോ ഷോക്കാണ് ഈ കാണുന്ന ഭാഗം. അതിനുശേഷം യു ക്യാൻ സീ ദ മാഗ്നെറ്റോ ഷീത്ത്. ഈ ഒരു 2 എന്ന് എഴുതിയിരിക്കുന്നത് മാഗ്നെറ്റോ ഷീത്ത് ആണ്. ദെൻ യു ക്യാൻ സീ മാഗ്നെറ്റോ പാസ് വിച്ച് സെപ്പറേറ്റ്സ് ദ മാഗ്നെറ്റോ ഷീത്ത് ഫ്രം മാഗ്നെറ്റോസ്ഫിയർ. മാഗ്നെറ്റോ പാസ് ആണ് മാഗ്നെറ്റോ ഷീത്തിൽ നിന്നും മാഗ്നെറ്റോ സ്ഫിയറിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ആൻറ്റി സൺവേ ഡയറക്ഷൻ യു ക്യാൻ സീ എ ടെയിൽ ലോബ് റീജിയൻ വിച്ച് ഈസ് കോൾഡ് മാഗ്നെറ്റോ ടെയിൽ. നെക്സ്റ്റ് കംസ് സോളാർ പ്രൊമിനൻസസ്. സോളാർ പ്രൊമിനൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫിലമെന്റ്. ഈ റൈറ്റ് സൈഡിലെ ഫോട്ടോഗ്രാഫിയിൽ യു ക്യാൻ സീ ദ സോളാർ പ്രൊമിനൻസസ് ആൻഡ് ദർ ഇസ് എ കമ്പാരിസൺ വിത്ത് ദ സൈസ് ഓഫ് ദ എർത്ത് എന്ത് ചെറുതാണെന്ന് നോക്കുക പ്രോമിനൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. ഇറ്റ്സ് എ ലാർജ് പിങ്കിഷ് ക്ലൗഡ്, bright feature extending outward from the solar surface, and sometimes these prominences are anchored to the sun surface which is called photosphere.
ഫോട്ടോസ്ഫിയറിൽ ഇതിനെ ആങ്കർ ചെയ്ത് നിർത്തിക്കൊണ്ട് വരുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറയുന്ന പ്രോമിനൻസ്. സോ ഇറ്റ് ഇസ് ആങ്കേർഡ് അറ്റ് ദി ഫോട്ടോസ്ഫിയർ. A prominence forms over time scales of about a day. ഒരു ദിവസം വരെ നിൽക്കുന്നുണ്ട്. ആൻഡ് സംടൈംസ് ദേ മേ എക്സിസ്റ്റ് ഓൺ സോളാർ കൊറോണ ഫോർ സെവറൽ മന്ത്സ്. സൺസ് ആക്ടിവിറ്റി അനുസരിച്ച് വളരെ മാസങ്ങളോളം ഇത് ഇങ്ങനെ നിൽക്കാനും സാധ്യതയുണ്ട്. സോ സർജസ് ആർ giant gases spouting to a height of 16 into 10 raised to 5 kilometer with velocities up to 1000 kilometer per second. During these ejections, substantial amount of plasma clouds are carrying along with material. So these are called surges.